ഹലോ നമസ്കാരം. പൊന്നാക്കാരം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡൽഹിയിലൊക്കെ പോയി വന്നതിന് ശേഷം സാഫിക മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള കുറച്ച് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തു പോകാനുള്ള കാര്യങ്ങളും പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയവും. കാരണം പാലക്കാട് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവും പിന്നെ അദ്ദേഹത്തിനെ ജയിപ്പിച്ച എല്ലാവരെയും ഓർക്കുന്നതും അതുമായി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. ആ സംസാരിച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. എന്നിട്ട് എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്, നമുക്കതിൽ നിന്ന് പോയിന്റായ കാര്യങ്ങൾ ഉണ്ടാകും. നമ്മളെ മുഴുവനായിട്ട് എടുത്തിട്ട് അതിനെ കയറി മുറിച്ച് പറയണമെന്നൊന്നുമില്ല. ഒരിക്കലും നമ്മളൊരു വീഡിയോയിൽ നമ്മൾ പറയില്ല. നമ്മൾ മുമ്പിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് സ്ട്രൈക്ക് ആവുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എടുത്ത് പറയാറുണ്ട്. ആ ഒരു കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കുറച്ചൊരു ഭാഗം കണ്ടിട്ട് 2 ഭാഗങ്ങളായിട്ട് കാണാം. അപ്പോൾ കുറച്ച് ഭാഗം കണ്ടിട്ട് നമുക്ക് എന്താണ് അതിൽ പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കട്ടാം. ഡൽഹിയിലെ രാഷ്ട്രീയ ക്ലൈമറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ അധികാരത്തിൽ ഏറി എന്ന് പറയപ്പെടുന്നവരുടെ ദയനീയതയും നിസ്സംഗതയും ഡൽഹിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അവർ മൂന്നാമത് അധികാരത്തിൽ കയറി എന്ന് പറയുമ്പോൾ പോലും ഒരു സന്തോഷം അവർക്കാർക്കും ഇല്ല എന്നുള്ളത് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമാവുന്നുണ്ട്. ടെക്നിക്കലി ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തോളം പോകുന്നൊരു മുന്നേറ്റമാണ്. അതായത് ഈ രാജ്യത്തെ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡായി വർഗീയത ഒരു മര്യാദയില്ലാതെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന് നേരിട്ട് പ്രചരിപ്പിച്ചാൽ അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ജനങ്ങളില്ല എന്നവർ കരുതിയെടുത്തേറ്റ തിരിച്ചടിയാണ് ഈ വിധിയെഴുത്ത്. നിങ്ങൾ പാലക്കാട്ട് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്താ അവലോകനം ചെയ്യാത്ത? എന്നോട് ആരോ ചോദിച്ചു തൃശ്ശൂരിലെ പിന്നെ എഫക്റ്റ് പാലക്കാട് ഉണ്ടാവുമെന്ന്. പാലക്കാട്ടെ എഫക്റ്റ് ഉണ്ടാവും. ശ്രീ VK ശ്രീകണ്ഠൻ ഉജ്ജ്വല ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം ജയിച്ചത്. അതിൽ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതിനേക്കാളും 3 ഇരട്ടി ഭൂരിപക്ഷമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശ്രീ VK ശ്രീകണ്ഠൻ MP കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് വഴുതിപ്പോവല്ല, പാലക്കാട് ഉറച്ചു നീങ്ങാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പും തെളിയിക്കുന്നത്. പാലക്കാട്ടെ ജനങ്ങൾ UDF-നെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് നിൽക്കുന്നത് അടുത്തത്. സ്ഥാനാർത്ഥി നിർണയം നടന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടി മുന്നണിയുമാണ് തീരുമാനിക്കുക. പിന്നെ വിജയ സാധ്യതക്ക് തന്നെയാണ് പ്രാധാന്യം ഉണ്ടാവുക. അത് പിന്നെ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന, പാലക്കാട് കോൺസ്റ്റിറ്റ്യുൻസി അർഹിക്കുന്ന, പിന്നെ കേരളത്തിന്റെ നിയമസഭയിൽ കാരണം വിജയിച്ചെങ്കിലും മൂന്നാമത് സർക്കാർ രൂപീകരിച്ചെങ്കിലും ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. അത് സത്യസന്ധമായ കാര്യം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ആ ഒരു കാര്യം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. സംഭവം ഇന്ത്യ മുന്നണി വിജയിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെയൊക്കെ സാധാരണക്കാരന്റെ മനസ്സിൽ ഇന്ത്യ മുന്നണി തന്നെയാണ് വിജയിച്ചത്. കാരണം ഇതിന്റെ മുന്നത്തെ പ്രാവശ്യം അവർ കാട്ടിക്കൂട്ടിയിരുന്ന എല്ലാ പ്രവർത്തികളും നമ്മളെല്ലാവരും കണ്ടവരാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം അവിടെ അവർക്കൊരു വലിയ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. ആ ആധിപത്യത്തിന്റെ പവർ അവരവിടെ യൂസ് ചെയ്തിരുന്നു. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇപ്രാവശ്യം എന്തുകൊണ്ടോ, കാരണം മറ്റുള്ള ഇവർക്ക് സപ്പോർട്ട് ചെയ്ത ആളുകൾ വരുമ്പോൾ എണീറ്റ് നിൽക്കലാണ്. അതിൻ്റെ ഒക്കെ കോമഡികൾ തഗ്ഗും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയൊരു പീസ്. അതാ ചങ്ങായി പിന്നെയും നിതീഷ് നമസ്കാരം സുഖന്നല്ലേ? നമസ്കാരം സാർ, നമസ്കാരം. നമസ്തേ സാർ, നമസ്തേ. എന്തൊരു കാസ്റ്റ് ചങ്ങായി എന്നെ കറങ്ങിക്കൊണ്ടുണ്ടല്ലേ, എന്താ മാറ്റി എന്താക്കുന്നത്? അല്ല അമിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടുണ്ടാവും. ഞാൻ എണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുമോ? അത് നിൽക്കേണ്ടി വരും. അതെന്തായാലും നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ പോവും. അവർ പോയെങ്കിൽ പിന്നെ നമുക്ക് പണി തരും അവർ. അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ തന്നെ അറിഞ്ഞു നമ്മൾ ടെസ്റ്റാക്കുന്നത്, നമ്മൾ നിൽക്കുന്ന റെസ്പെക്ട് വെക്കുന്ന വന്നുകൊണ്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവർ 2 ആൾ വന്നാൽ എണീച്ച് നിൽക്കേണ്ടി വരും അല്ലേ? ചുരുക്കി പറയാൻ നമ്മളെ കയ്യിൽ നിന്ന് പോയില്ലേ. ഒരു സന്തോഷമില്ല എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം. അത് സത്യത്തിൽ എല്ലാവർക്കും അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സാഫി പറമ്പിൽ ഇത് പറയുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇതിൽ പറയാനുള്ള കാര്യം, അതായത് നമുക്ക് സ്ട്രൈക്കായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് വഴുതി പോകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് തൃശ്ശൂർ ആവർത്തിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ
ഇലക്ഷൻ്റെ വിജയം നിങ്ങൾ എന്തുകൊണ്ട് അവലോകനം ചെയ്യുന്നില്ല? കാരണം എന്നേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി ഇപ്രാവശ്യം പാർലമെന്റിലേക്ക് പോകുന്നത്. അത് ശരി തന്നെയാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യവും അവിടെ ജയിച്ചു. ഇപ്രാവശ്യം ജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സാഫി എഫക്റ്റ് ഉണ്ട്, സാഫിന്റെ പിന്തുണയുണ്ട്. അതുപോലെ തന്നെയാണ് ഇനി നിയമസഭയിലേക്ക് വരുമ്പോഴും ഈ പറയപ്പെടുന്ന ഏത് സ്ഥാനാർത്ഥിനാണോ നിർത്തുന്നത് ആ സ്ഥാനാർത്ഥിന്റെ പിന്നിൽ ഷാഫിയുടെ ഒരു ഒരു പിന്തുണ ഉണ്ടായിരിക്കും. ഷാഫി അവിടെ പ്രവർത്തിച്ചതിന്റെ, ഷാഫി അവിടെ ചെയ്ത വികസനത്തിന്റെ ആ ഒരു ഫലം ആ സ്ഥാനാർത്ഥിക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പൊ ഇനി ബാക്കിയുള്ള കുറച്ച് ഭാഗം കൂടി കേൾക്കട്ടെ നമുക്ക്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്നു. ഒരു ഉചിതമായ മികച്ചൊരു തീരുമാനം തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ എല്ലാ കാലങ്ങളിലും ചെറുപ്പക്കാർക്ക് കൃത്യമായിട്ടുള്ള അവസരം നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നത് ഞാൻ അത്ര മുതിർന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ. ഇന്ന് പാർട്ടി നേതൃത്വമായിട്ട് ആ കാര്യം സംസാരിച്ച് മിക്കവാറും നാളെ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിക്കും. പ്രൊമോഷൻ DC ആണ്. ഞാൻ അതിൻ്റെ പാർട്ടിയായിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അവർ നൽകുന്ന ഒരു ഉപദേശം അനുസരിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, എന്താണെങ്കിലും വടകരയിലെ ജനങ്ങളോടുള്ള നന്ദി. പലരും പരാജയപ്പെടുമെന്ന് പറഞ്ഞപ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷമൊക്കെ പരാജയം പ്രഖ്യാപിച്ചപ്പോഴും അവിടുത്തെ ജനങ്ങൾ ചേർത്ത് പിടിച്ചാണ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നൽകിയത്. ഞാൻ വടകരയിലും പറഞ്ഞു, ഡൽഹിയിലും പറഞ്ഞു. അങ്ങോട്ടേക്കുള്ള യാത്രയിലും ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനും അതിൻ്റെ ആദ്യം തന്ന സ്നേഹം പാലക്കാട്ടുകാരാണ് തന്നത്. അവരെയും ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല. പാലക്കാടുമായിട്ടുള്ള ബന്ധവും അറുത്തുമുറിച്ച് മാറ്റില്ല. പിന്നെ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഈ KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ നടത്തിയ സമര പോരാട്ടങ്ങൾ അവിടെ അതൊക്കെ തീർച്ചയായിട്ടും അത്തരമൊരു വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതൊക്കെ വലിയൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അവിടുത്തെ MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ചുണക്കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ പോരാട്ട വീര്യം, RMPയുടെ പ്രവർത്തകർ നേതാക്കന്മാരും കാണിച്ച ധൈര്യം, അവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഒറ്റ മനസ്സോടെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സത്യം പറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഒരു തലവേദന എനിക്ക് തരാതെയാണ് ആ തെരഞ്ഞെടുപ്പിനെ അവർ നയിച്ചത്. അപ്പം ഞാനൊരു ലാസ്റ്റ് മിനിറ്റ് ചോയ്സ് ആയിരുന്നെങ്കിൽ പോലും മുന്നണിയും പാർട്ടിയൊക്കെ ഒന്നിച്ച് നിന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണിക്കാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഉജ്ജ്വല വിജയം ഡോക്ടർ ശശി തരൂരിനെ ചിലർക്കൊക്കെ പൊതുപ്രവർത്തനത്തോട് തന്നെ പെട്ടെന്ന് ഇതൊക്കെ തോന്നാവുന്ന തരത്തിലുള്ള ഉജ്ജ്വല വിജയമാണ് ഡോക്ടർ ശശി തരൂർ. അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ പാലക്കാട് റിസൾട്ട് എണ്ണിയത് പോലെയാണ് എല്ലാവരും ഇത്തവണ ആറ്റിങ്ങലിലേക്ക് നോക്കിയിരുന്നത്. ഞങ്ങളുടെ റിസൾട്ടൊക്കെ നോക്കുമ്പോഴും എല്ലാവരും അവസാനം ആറ്റിങ്ങൽ ഞങ്ങൾ ഓപ്പൺ ജീപ്പിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മൊബൈലിലാണ് നോക്കിക്കൊണ്ടിരുന്നത് ആറ്റിങ്ങൽ എന്താവുന്നുള്ളത്. അപ്പോൾ ആറ്റിങ്ങലിലെ ജനതയെ പറ്റിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയാണ് തീരുമാനിക്കുക. അത് സത്യസന്ധമായുള്ള കാര്യമാണ്. കാരണം പാർട്ടി തീരുമാനിച്ചിട്ട് പാർട്ടി പറയുമോ. അല്ലാതെ ഇപ്പോൾ ഷാഫിക്കാക്ക് പറയാൻ പറ്റുമോ ഇന്നയാളെ നിർത്തണം, അത് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തുമോ, സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ളതാണ് ചോദ്യം വന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിച്ചിട്ട് പാർട്ടി പറയുന്നത് പോലെ, പാർട്ടി എന്താണ് പറയുന്നത് അതുപോലെ അത് ആരായിരിക്കും സ്ഥാനാർത്ഥി. അത് അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ആരെങ്കിലും ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പാർട്ടിയുമായിട്ട് സംസാരിച്ചിട്ടാണ് അത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയം വരിക എന്നുള്ളത്. രണ്ടാളുകൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് PT ബൽറാം ഉണ്ട്, രണ്ടാമത്തത് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത് പാർട്ടി തീരുമാനിച്ചിട്ട് അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇതായിട്ട് വരും. പിന്നെ അതിലിടയ്ക്ക് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പാർലമെൻറ്റ് വരെ എത്തിച്ചത് പാലക്കാട്ടുള്ള ജനങ്ങളാണ്. ഇപ്പോൾ വടകരയിലുള്ള ജനങ്ങളോടും MSFനോടും യൂത്ത് കോൺഗ്രസിനോടും ഈ RNPയോടും കൂടെ സഹകരിച്ച എല്ലാവരോടും അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വന്ന വഴികൾ മറക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സത്യമാണ്. ഈ പാലക്കാടിനൊക്കെ ഇപ്പോഴും അദ്ദേഹം, അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയാണ് ഒരു സ്ഥലത്തു നിന്ന് മാറി നിന്നിട്ട് അതിൻ്റെ ശേഷം അവിടുത്തെ കാര്യങ്ങൾ വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അവിടുത്തെ ആളുകളെ ഓർക്കാതെ, അല്ലെങ്കിൽ അവർ തന്ന സ്നേഹം ഓർക്കാതെ അദ്ദേഹം പോകാറില്ല.
എപ്പോഴും പാലക്കാട് ഒരു വാക്ക് പോലും പാലക്കാടിനെ കുറിച്ച് പറയാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രഭാഷണമാണെന്നുണ്ടെങ്കിലും ഒരു പ്രസംഗമാണെന്നുണ്ടെങ്കിലും അദ്ദേഹം അത് നിർത്താറില്ല. അതാണ് പാലക്കാടിനോട് അദ്ദേഹത്തിനോടുള്ള സ്നേഹം, പാലക്കാട് തിരിച്ചും അദ്ദേഹത്തിനോട് കൊടുക്കുന്നുള്ള സ്നേഹം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പാലക്കാട് ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും ഷാഫിഖാനെ ആരും പാലക്കാടുള്ളവർ കൈവിടില്ല, ഷാഫിഖ് കൊടുത്ത വികസനം കൈവിടില്ല, ഷാഫിഖ് കൊടുത്ത സ്നേഹം കൈവിടില്ല. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ആര് നിർത്തിയാലും അതൊരു പ്രശ്നമല്ല. അവിടെ തീർച്ചയായിട്ടും കോൺഗ്രസ് വളരെ സിമ്പിളായിട്ട് ജയിച്ചു പോരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെ വിശ്വാസം അങ്ങനെ ആയിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് പടാപ്പെട്ട് എത്തിച്ചേരും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.